ഗൈസ് ഞാൻ കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ് ഗൈസ്. ഇത് കണ്ടില്ലേ, ഫ്രീസ് ആയിട്ടിരിക്കുന്നത്. 256 അടിയാണ് കേട്ടോ ഇതിന്റെ നീളം. അതായത് കേട്ടോ ഗൈസ്, ഇതാണ് ലിഫ്റ്റിന്റെ ഉൾഭാഗം കേട്ടോ. ഇവിടെ ട്രാഫിക് റൂൾസ് ഒന്നും ഇല്ല എന്നാണ്. ഇത് നോർത്ത് ഇന്ത്യയിലെ കുറച്ച് കൗതുക കാഴ്ചകളൊക്കെയാണ്. കണ്ടില്ല ഗൈസ്, കാഠ്മണ്ഡു നൊമാഡ് ഹോട്ടൽ. ഇവിടെയാണ് ഞാൻ ഒരു ദിവസം താമസിച്ചിരുന്നത്. ഇവിടെയാണ് നമുക്ക് കാഠ്മണ്ഡുവിൽ, അതായത് നേപ്പാളിൽ തന്നെ ഏറ്റവും റേറ്റ് കുറച്ച് റൂം കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. 400 നേപ്പാളീസേ ഉള്ളൂ കേട്ടോ. ഗൈസ് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിലാണ് കേട്ടോ ഇത്. അതായത് നമ്മുടെ റോസ്മേരിയുടെ ഓയിലില്ലേ ഞാൻ തേക്കുന്നത്, അത് തന്നെയാണ്. ആ വെളിച്ചെണ്ണ തന്നെയാണിത്. വെളിച്ചെണ്ണ റോസ്മേരി ലീഫ് ഇട്ടിരിക്കുന്ന ഓയിൽ. അത് കണ്ടില്ലേ, ഫ്രീസ് ആയിട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിത്തെ ടെമ്പറേച്ചർ അതായത് 16°C വരെ താഴെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഇങ്ങനെ ഫ്രീസായി പോയല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇനി എന്തായാലും സ്പ്രേ അടിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല, തൊട്ടെടുക്കാം. ഹലോ ഗായ്സ്, എക്സോഡി ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിതാ ഇന്നത്തെ ദിവസം കാഠ്മണ്ഡു നഗരത്തിൽ നിന്ന് വിട പറയാണ്. കാഠ്മണ്ഡുവിന് മാത്രമല്ല നേപ്പാളിനോടും വിട പറയാണ്. സോ കണ്ടില്ലേ, പകൽ സമയത്ത് ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണിയായി. കണ്ടില്ലേ, ഇത് ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. സോ ഉണ്ടോ, എപ്പോഴും ആൾക്കാർ ലൈവാണ്. ഞാനെന്തായാലും നേരെ ബസ് സ്റ്റാൻഡിലേക്ക് എന്നിട്ട് ഒന്നെങ്കിൽ ബസ്സിന് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ സുമോയ്ക്ക് പോകണം. ഗായ്സ്, കാഠ്മണ്ഡുവിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ മോമോസ് കഴിക്കണം എന്ന് തോന്നി. അങ്ങനെ ബഫലോ മോമോസ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. 120 നേപ്പാളീസാണ് കേട്ടോ ഇവിടുത്തെ റേറ്റ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. ഇന്നലെ നമ്മൾ കഴിച്ച പോലെ തന്നെ അതേ സെയിം ഫ്ലേവർ. അതിനേക്കാളും കുറച്ചുകൂടെ ഗ്രേവിയൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ്. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കാഠ്മണ്ഡു സ്കൈ ടവറിന്റെ തൊട്ടടുത്താണ് കേട്ടോ. ഗൈസ്, സ്കൈ ടവറിൽ ഞാനിപ്പോൾ കയറാനൊന്നും പോകുന്നില്ല. നോർമലി കാണുന്ന വലിയൊരു വലുപ്പമൊന്നുമില്ല, ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. 256 അടിയാണ് കേട്ടോ ഇതിന്റെ നീളം. അതായത് 78 മീറ്റേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ചെറിയൊരു നിർമ്മിതിയാണ്. പിന്നെ നമുക്ക് എന്താണ്, വലിയ അഡ്വഞ്ചർ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ് ഞാനിപ്പോൾ കയറാത്തത്. പിന്നെ കാഠ്മണ്ഡു നഗരത്തിന്റെ ഒരു സ്കൈ വ്യൂ ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ മേളിലുണ്ട് ചെറിയ രീതിക്ക്. ഇതാണ് കേട്ടോ സ്കൈ വാക്ക് ടവറിന്റെ ഗേറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇതാണ് അതിന്റെ ഉൾഭാഗം. ഇതാണ് കേട്ടോ എൻട്രൻസ്. ഞാനതായാലും ഇപ്പം ടിക്കറ്റ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇതുവഴി നടന്ന് ഇവിടുത്തെ വിഷ്വൽസ് ഒക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. ടിക്കറ്റ് ഒന്നും എടുക്കാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും മേളിലേക്ക് ഇടത്തി വിടില്ല, അവർ ജസ്റ്റ് കാണിച്ചു തരാം. കേട്ടില്ലേ, ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ഞാനതായാലും ഇവിടേക്ക് എടുത്തിട്ടില്ല ടിക്കറ്റ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലിഫ്റ്റ് ടിക്കറ്റ് ഒന്നും വിടാറൊന്നുമില്ല. കോണിപ്പടി ഉണ്ട്, ലിഫ്റ്റും ഉണ്ട് കേട്ടോ. ഓക്കെ, അതായത് പുള്ളിക്കാരൻ പറയുന്നത് വെച്ചാൽ ഇവിടെ കയറാന്നുണ്ടെങ്കിൽ നമുക്ക് നേപ്പാളി റുപ്പീസ് 1600 അല്ലേ, 1600 രൂപ കൊടുക്കണം. അതിനുശേഷം റൂഫ് ടോപ്പിൽ കയറിയിട്ട് അതിന് മേലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ വീണ്ടും 500 റുപ്പീസ് അല്ലേ, 500 റുപ്പീസ് കൊടുക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കയറാനുള്ള ലിഫ്റ്റ് കണ്ടില്ലേ. അപ്പോൾ ഞാനെന്തായാലും വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ വൈകുന്നേരം ഒന്നും ഞാൻ വരില്ല ഗൈസ്. കണ്ടില്ലേ, ഈ ലിഫ്റ്റ് കയറി മേളിൽ പോകണം. പക്ഷെ കുറച്ചേ ഉള്ളൂ, 78 ഫീറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഗൈസ്. 2 ലിഫ്റ്റ്, 2 ലിഫ്റ്റ് ആണോ? ഓക്കെ, 2 ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. 2 സ്ഥലത്തും ലിഫ്റ്റ് ഉണ്ട്, സ്റ്റെപ്പും ഉണ്ട്. ഓക്കെ, താങ്ക് യു, ബൈ. ഐ എം ഫ്രം ഇന്ത്യ, ബൈ. കേട്ടോ ഗൈസ്, ഇതാണ് ലിഫ്റ്റിന്റെ ഉൾഭാഗം കേട്ടോ. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഗൈസ്, ഇവിടെ കയറണം എന്നുണ്ടെങ്കിൽ ആദ്യം 1600 നേപ്പാളീസ് കൊടുക്കണം. നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 1000 രൂപ. പിന്നെ അതിന് പുറമെ അതിൻ്റെ മേലേക്ക്, ആ റൂഫ് ടോപ്പിൽ നിന്ന് അതിന് മേലേക്ക് കുറച്ച് കയറാനുള്ള കുറച്ച് കോണിപ്പടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് കയറണമെങ്കിൽ വീണ്ടും 500 നേപ്പാളീസ് വീണ്ടും കൊടുക്കണം. ഇത്രയും കൊടുത്തിട്ട് നമുക്ക് വലിയ അഡ്വഞ്ചറൊന്നും ഇല്ല ഗൈസ്. ഭയങ്കര എക്സ്പെൻസീവ് ആണത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്തേക്ക് കയറണ്ടാന്ന് വെച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നേരെ ഇറങ്ങുകയാണ്. ഈ നേരെ കാഠ്മണ്ഡുവിൽ നിന്നും ഇന്ത്യയുടെ ബോർഡർ, അതായത് ബീഹാറിൻ്റെ ബോർഡറായ റെക്സോളിലേക്കാണ് ഇനി പോകാൻ വേണ്ടി പോണത് ഗൈസ്. കാഠ്മണ്ഡുവിൽ നിന്ന് നമ്മൾ ബസ്സിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ പബ്ലിക് ബസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കുറച്ച് കിട്ടും.
900 രൂപയാണ്. 900 നേപ്പാളീസാണ് ആയത്. എൻ്റെ കയ്യിൽ മൊത്തത്തിലുണ്ടായിരുന്നത് 965 രൂപയാണ് ഗൈസ്. അതിനകത്ത് 900 രൂപ ഞാൻ ബസ്സിന് വേണ്ടി കൊടുത്തു. ഇനി ബാക്കി 65 രൂപയേ ഉള്ളൂ. അപ്പോൾ വേറൊരു പുള്ളിക്കാരൻ, ഒരു നേപ്പാളീസ് തന്നെ ഒരു പുള്ളിക്കാരൻ, ഷെരീഫ് എന്ന് പറയും, പുള്ളിക്കാരനാണ് ഇതെല്ലാം എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നത്. പുള്ളിക്കാരൻ ഇവിടെ ജസ്റ്റ് കണ്ടു, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരനാണെങ്കിൽ ഞാനിവിടെ അടുത്ത് ATM ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അടുത്ത് ഇന്ത്യൻ ബോർഡർ കഴിഞ്ഞിട്ട് ഇനി അടുത്ത് ATM പൈസ എടുക്കാൻ പറ്റുള്ളൂ. അതുവരെ ഞാൻ എന്തായാലും എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഇങ്ങനെ പുള്ളിക്കാരൻ്റെ സംസാരിച്ചത് പുള്ളിക്കാരൻ്റെ ഒരു 500 രൂപ എടുത്ത് കയ്യിൽ വെച്ചു കേട്ടോ. ഏതൊരു നോട്ടെടുത്ത് കയ്യിൽ വെച്ചിരുന്നു. പിന്നീട് പുള്ളിക്കാരൻ പോയതിനു ശേഷം ബൈ പറഞ്ഞ് പോയതിനു ശേഷം ഞാൻ ആ നോട്ടെടുത്താണ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് 500 രൂപ പുള്ളിക്കാരൻ്റെ അടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. നേപ്പാളീസിനെ കുറിച്ചുള്ള നല്ല ആറ്റിറ്റ്യൂഡും, അതായത് നേപ്പാളീസിൽ തന്നെ നല്ല ആൾക്കാരും മോശം ആൾക്കാരും നമുക്ക് ഈ ഒരു യാത്രയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. നേപ്പാളിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടി. കാരണം ഞാൻ ഇത്ര വിചാരിച്ചുകൊണ്ടിരുന്നത് സിറ്റി ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാരും അവരവർ മറ്റുള്ള ടൂറിസ്റ്റിനെ മുതലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെയുള്ള നല്ല ആൾക്കാരുണ്ട് കേട്ടോ. 500 രൂപ എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ 300 സംതിങ് രൂപയാണ്. അപ്പോൾ അത് വെറുതെ ഒരാൾ തരണമെന്നുണ്ടെങ്കിൽ അത്രയും പുള്ളിക്കാരന് നമ്മുടെ ആ ഒരു ഇത് മനസ്സിലായിട്ടാണ്. ഗൈസ്, ഇപ്പോൾ ഞാനുള്ളത് കാഠ്മണ്ഡു ബസ് സ്റ്റേഷനിലാണ്. സമയം ഇപ്പോൾ 5:30 ആയിട്ടേ ഉള്ളൂ. ഇതാ ഇപ്പോൾ തന്നെ നേരെ ഇരുട്ട് വരുന്നുണ്ട് കേട്ടോ. ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. ക്യാമറയിൽ കുറച്ച് വെളിച്ചം കാണുന്നുണ്ട്, പക്ഷെ നേരിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അറിയാൻ പറ്റും. നല്ല നമ്മുടെ നാട്ടിലൊക്കെ ഒരു 6-7 മണിയുടെ ഒരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടില്ല, 5:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. എൻ്റെ ബസ് 7:30ക്കാണ് ഗൈസ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുത്ത കാറ്റുണ്ട് ഗൈസ്. ഇപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 22 ഡിഗ്രി സെൽഷ്യസാണ് കേട്ടോ. ഗൈസ്, നേപ്പാളിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്കുള്ള യാത്രയിലാണ്. ഞാനിപ്പോൾ നേരെ പോകാൻ പോകുന്നത് നേപ്പാളിലെ ഇന്ത്യൻ ബോർഡർ റെക്സോളിലേക്കാണ്, ബീഹാറിലെ റെക്സോളിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ബീഹാറിലേക്കുള്ള റെക്സോൾ എത്താനായിട്ട് ഇനി ഒരു 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാഠ്മണ്ഡുവിൽ നിന്ന് ഇന്നലെ രാത്രി പുറപ്പെട്ടിട്ട് ഇന്ന് നേരെ വന്നിറങ്ങിയത് ബിർഗുഞ്ച് എന്ന് പറയുന്ന പട്ടണത്തിലാണ്, ബിർഗഞ്ച്. അപ്പോൾ അവിടെ ഇപ്പോൾ രാവിലെ എത്തി. ഇനി ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര പൈസ കേട്ടോ പറയണം, റിക്ഷയ്ക്കൊക്കെ ഒരാൾക്ക് 100-200 ഇന്ത്യൻ റുപ്പീസൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു. 5 കിലോമീറ്റർ ഉണ്ട്. കാരണം എനിക്ക് എന്തായാലും എൻ്റെ ട്രെയിൻ എന്തായാലും ഇനി പോയാലും കിട്ടില്ല. പിന്നെ 5 കിലോമീറ്ററിനടുത്ത് ഉണ്ട് ഇന്ത്യൻ ബോർഡറിലേക്ക്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചു. ഗൈസ്, നമ്മളിപ്പോൾ നേപ്പാൾ ബോർഡർ ജസ്റ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ബോർഡർ തൊട്ടടുത്ത് തന്നെ കാണുന്നുണ്ട്. ഇതാണ് റെക്സോളിലെ ഇന്ത്യ നേപ്പാൾ ബോർഡർ. ഒരാണെങ്കിൽ ഇതോടെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇവിടെ ഈ ബോർഡറിൽ നിന്ന് 1 കിലോമീറ്റർ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ, റെക്സോൾ ജംഗ്ഷൻ. പിന്നെ നമുക്ക് എന്താണ് ഈ റോഡ് പിന്നെയും മെച്ചമുണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ സുനോളി ബോർഡർ പിന്നെയും നല്ലൊരു ഓപ്ഷനാണ്. അതുവഴി ഞാൻ ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് അവിടുത്തെ റോഡ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടില്ല, ഇതാണ് ബോർഡർ. ഗൈസ്, കണ്ടില്ലേ, ഇത് ബീഹാറിലെ നമ്മുടെ നേപ്പാൾ ബോർഡറിൻ്റെ അടുത്തുള്ള റെക്സോൾ ജംഗ്ഷനിലെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള തിരക്കാണ്. എൻ്റെ അമ്മോ, ബീഹാർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇവിടെ ട്രാഫിക് റൂൾസ് ഒന്നും ഇല്ല എന്നാണ് ഈ ഓട്ടോ ഓടിക്കുന്ന പയ്യ പറയുന്നത്. കണ്ടോ ഗൈസ്, ഗൈസ്, ഈ ബായിയുടെ വണ്ടിയിലാണ് ഞാൻ ബോർഡറിൽ ഇങ്ങോട്ടേക്ക് വന്നത്. നല്ല ട്രാഫിക് ആയിരുന്നു കേട്ടോ. ബായ്, आपका नाम? മിസ്റ്റർ സാബാനന്ദ്. ഓക്കെ, ഇറ്റ്സ് നൈസ് ടു മീറ്റ് യു. ബാക്കി ഉണ്ടായിരുന്നു 165 രൂപ ഞാൻ പുള്ളിക്ക് കൊടുത്തിട്ട് 100 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. 160 നമ്മുടെ കറൻസി റേറ്റ്. 5 രൂപ എക്സ്ട്രാ ഉണ്ടായിരുന്നു, അങ്ങനെ വാങ്ങിച്ചു. ഇനി ഇതിൽ വേണം എനിക്ക് ഈ ടിക്കറ്റ് എടുത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ്, ബൈ, സീ യു, താങ്ക് യു. ഗൈസ്, ഇതാണ് ബീഹാറിലെ നേപ്പാൾ ബോർഡറിന് അടുത്തുള്ള റെക്സോൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. നേപ്പാൾ ബോർഡറിൽ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ചെക്കിംഗ് ഉണ്ടായിരുന്നില്ല നേപ്പാൾ ബോർഡറിൽ. റിക്ഷയിൽ നമ്മൾ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് ഒരു ചെക്കിംഗ് ഉണ്ടായിരുന്നില്ല. നേപ്പാൾ സൈഡിൽ നിന്ന് ഇന്ത്യൻ സൈഡിൽ നിന്ന് ഒന്നും ചെക്കിംഗ് ഉണ്ടായിരുന്നില്ല. ഗൈസ്, ഞാൻ ഇവിടെ നിന്ന് നേരെ ഗോരഖ്പൂരിലേക്കാണ് പോകാൻ പോകുന്നത്. കണ്ടില്ലേ, ഗോരഖ്പൂരിലേക്ക് ഇവിടെ നിന്നും ടിക്കറ്റിന് 90 രൂപയാണ് കേട്ടോ, സെക്കൻഡ് ക്ലാസ് ടിക്കറ്റിന്. എന്നിട്ട് അവിടെ നിന്നും ഗോരഖ്പൂരിൽ നിന്ന് ഞാൻ മറ്റൊരു സ്ഥലത്തേക്കാണ് പോകാൻ വേണ്ടി പോണത്. ഗൈസ്, റെക്സോളിൽ നിന്ന് ഞാൻ നേരെ പോകാൻ പോണത് ഗോരഖ്പൂരിലേക്കാണ്. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അവിടെ നിന്നും നേരെ ഇന്ന് ദീപാവലിയാണ്, അതായത് ഒക്ടോബർ 31-ാം തീയതി. നേരെ ഗോരഖ്പൂർ ചെന്നിട്ട് അവിടെ നിന്ന് നേരെ വാരാണസിയിലേക്കാണ് പോകാൻ വേണ്ടി പോണത്. എൻ്റെ ഗായ്സ്
കാർത്തിക് സൂര്യ പറഞ്ഞതിലും കാര്യമുണ്ട് ഗൈസ്. ബീഹാറിലേക്കൊന്നും നിങ്ങൾ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റിൽ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ വന്നേക്കരുത്. കാരണം ബാത്റൂമിനകത്ത് പോകാൻ വേണ്ടി ഞാൻ 2-3 കമ്പാർട്ട്മെന്റ് മാറി കയറി ലാസ്റ്റ് അവസാനം ഇറ്റ്സ് ഹൊറിബിൾ. ആ കാഴ്ച കാണിച്ചു തരാൻ വയ്യാത്തുണ്ട്. വേണ്ട. അവസാനം പിന്നെ ഇവിടുന്ന് ക്ലീൻ ചെയ്ത പയ്യന്മാരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് പിന്നെ കയറിയത്. സോ കുഴപ്പമില്ല. അത്രയ്ക്ക് മൂത്രമൊഴിക്ക് മുട്ടിയിട്ട് മാത്രമായിട്ടോ നമ്മൾ കയറുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തെവിടെയെങ്കിലും റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോഴാണ് പോകുന്നത്. രക്ഷയില്ല, അൺസഹിക്കബിൾ. ബീഹാർ തന്നെ കേട്ടോ, ഒരു മാറ്റവും പറ്റില്ല. ക്ലീനിങ് ഒക്കെ ഉണ്ട് കേട്ടോ, അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ഇവിടെ നിന്ന് എടുക്കുന്ന ട്രെയിനാണ്. കണ്ടോ ഗൈസ്, ട്രെയിനകത്ത് പട്ടിയൊക്കെ ഉണ്ടോ? ഇത് ഞാൻ കയറിയ സ്റ്റേഷൻ മുതലേ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണല്ലോ ഗോരഖ്പൂരിൽ ഞാൻ ഇറങ്ങും വരെ എന്താ ഇവരെല്ലാവരും ഇതിന്റെ കൂടെ ഉണ്ട്. അച്ഛാനാ ലൂസി ആനാ നാം, ലൂസി. കണ്ടില്ലേ, നൈസാണ് കേട്ടോ. ഇത് നോർത്ത് ഇന്ത്യയിലെ കുറച്ച് കൗതുക കാഴ്ചകളൊക്കെയാണ്. അടിപൊളിയാണ് കേട്ടോ. ഗോരഖ്പൂർ എത്താറ് ഇനി നേരെ വാരാണസിയിലേക്കാണ് കേട്ടോ പോകുന്നത്. കണ്ടില്ലേ, ബാക്കിൽ പട്ടിയൊക്കെ ആയിട്ട് നൈസാണ് ഗൈസ്. ഇപ്പോൾ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷന് പുറത്ത് ബിരിയാണി കഴിക്കാൻ വേണ്ടിയൊക്കെ കയറിയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളെ ഇന്ത്യയിൽ വന്നിട്ട് ബിരിയാണി കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതാ ബിരിയാണി കഴിക്കാൻ വേണ്ടി കയറി. 100 രൂപയാണ് കേട്ടോ ഇവിടുത്തെ ബിരിയാണി. ഇതാ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. നമ്മളിപ്പോൾ ബിരിയാണി കഴിക്കാണ്ട് പുറത്തിരിക്കുകയാണ് ഗൈസ്. ഇത് ബിരിയാണി അല്ല ഗൈസ്, ഇത് മന്തി റൈസാണ്. നമ്മുടെ നാട്ടിലെ മന്തി റൈസാണ് കേട്ടോ ഇവിടെ ബിരിയാണി എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. 100 രൂപ ഉള്ളൂ കേട്ടോ, നല്ല ലാഭം. കണ്ടില്ലേ, അതേ സെയിം ടേസ്റ്റ്. ലഗൂൺ ചിക്കൻ ബിരിയാണി.